എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അപ്പൊ ഇന്ന് പകലൊന്നും ഒരു സേതുവിന്റെയും പല്ലവിയുടെ ആരുടെയും വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് ഹോസ്പിറ്റലിൽ ആയതുകൊണ്ടാ. അപ്പൊ എന്താണെങ്കിലും ഇനി നാളെ മുതൽ ഞാൻ കൃത്യസമയത്തിന് വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ഋതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ സേതുവിനെ ഇവിടെ നാട്ടിയിറക്കണം. അതിനു വേണ്ടി ഏറ്റവും നല്ല ഉപാധി ആ വിൽപത്രം തന്നെയാണ്. ഒരു പക്ഷേങ്കില് അച്ഛൻ്റെ കല്യാണം മുടങ്ങുവാണെങ്കിൽ സേതുമാധവന് ഈ കുടുംബത്തിന് സ്വത്തുക്കളിലൊന്നും ഒരവകാശമില്ലെന്ന് ആക്കി തീർക്കാൻ പറ്റും. ആ വിൽപത്രം ഇങ്ങനെ ക്യാൻസലായിപ്പോവും. അതിന് ഈ കല്യാണം മുടങ്ങുക ചെയ്യണ്ടേ. അപ്പൊ എന്നെ എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ. അങ്ങനെ ഋതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാതി എങ്ങോട്ട് വന്നു. എന്താ ചേച്ചി ഭയങ്കര ആലോചനയിലാണല്ലോ എന്ന് ചോദിക്കാം. ചില കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുവാന്ന് പറയണം. ഇപ്പൊ എന്താ ഇതിന് മാത്രം ചിന്തിക്കാനായിട്ട്? അതൊക്കെ ഉണ്ടെന്ന് പറയാണ്. അതൊക്കെ നീ വഴിയെ കണ്ടോ, അതിനുശേഷം മനസ്സിലാക്കിയാൽ മതി എന്നൊക്കെ പറയാണ്. സ്വാതിക്ക് മനസ്സിലായി ഋതു എന്തോ വലിയൊരു തന്ത്രം ഒപ്പിക്കാൻ പോകുന്നുള്ള പണിയാന്ന്. കാരണം അല്ലെങ്കിൽ ഋതു ഇത്ര കൂടുതലായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നീടാണ് അങ്ങോട്ടേക്ക് പ്രതാപനും പത്മയും നിഖിലും കൂടെ വരുന്നത്. അങ്ങനെ അവര് വന്നു കഴിഞ്ഞപ്പത്തിനും അച്ചുവാണ് ഇറങ്ങി ചെല്ലുന്നത്. അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ നിഖിലിന് നോക്കി. പെട്ടെന്ന് അച്ഛനാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നിഖിൽ ഫോൺ വിളിച്ചാൽ പോലും അച്ഛൻ അങ്ങനെ എടുക്കാറില്ല. പിന്നീട് നിഖിൽ ചോദിച്ചു, എന്താ അച്ചു ഞാൻ വിളിച്ചിട്ട് നീ ഫോൺ പോലും എടുക്കാറില്ല എന്ന് പറയാണ്. അത് പിന്നെ ഞാൻ എന്തെങ്കിലും തിരക്കായിരിക്കും. ഓഹോ, ഞാൻ വിളിച്ചിട്ട് നിനക്ക് കോൾ എടുക്കാതിരിക്കാൻ പാത്രം തിരക്കാണെന്ന് ചോദിക്കണം. ഇത് ഇടം പത്മ പറഞ്ഞു, മോളെ നിന്നെ ഇന്നല്ലെങ്കിൽ നാളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ, പിന്നെ നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? ഇവൻ വിളിച്ചാൽ നീ കോൾ എടുക്കണ്ടേന്ന് ചോദിക്കും. നിന്റെ ഭാവി വരണല്ലേന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ആന്റി ഞാൻ വേണ്ട സാരമില്ല, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. അല്ല എന്തിയെ പൂർണ്ണിമേച്ചൊക്കെ എന്തിയെന്ന് ചോദിക്കണം. അപ്പോഴേക്കും പൂർണ്ണിമ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. പൂർണ്ണിമയും പല്ലവി ഒക്കെ അങ്ങോട്ട് വരുവാണ്. പ്രതാപ് പറഞ്ഞു, ആഹാ എല്ലാരും ഉണ്ടല്ലോ എന്ന് പറയണ. എന്താ പ്രതാപ, എന്താ കാര്യം എന്താന്ന് ചോദിക്കാം. അല്ല ചേച്ചിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ഞാൻ വന്നാന്ന് പറയണം. പറഞ്ഞു വാ ഇരിക്കാനൊക്കെ പറയണം. അങ്ങനെ അവരിരുന്നു. അപ്പത്തേനും ബേബി ചായയൊക്കെ ആയിട്ട് വരുവാണ്. അവർക്ക് ചായയൊക്കെ കൊടുത്തു. പിന്നീട് നിഖിലിനോട് ചോദിച്ചു, അല്ല വീട്ടിൽ അറിയിച്ചോ കാര്യങ്ങളൊക്കെ? വീട്ടിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, അവർക്കൊന്നും ആർക്കും കുഴപ്പമില്ല എന്ന് പറയണം. പിന്നീട് പ്രതാപം പറഞ്ഞു, അല്ല കല്യാണം അടുത്ത് വരുമല്ലേ, അപ്പൊ കല്യാണത്തിന്റെ ചെലവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് മാത്രമല്ല ഇനിയിപ്പം അച്ഛന് എന്ത് നിങ്ങൾ കൊടുക്കും? കാരണം നിഖിലിന്റെ വീട്ടുകാർ വിളിച്ചപ്പോൾ അങ്ങനെ ചോദ്യം ഉണ്ടായിരുന്നു. കാരണം നിഖിലിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം പോലെ സ്വത്ത് വാങ്ങി കെട്ടാനുള്ള ആസ്തിയൊക്കെ അവനുണ്ട്. അപ്പൊ ആ ഒരു ഇതിനെക്കുറിച്ച് നമ്മൾ ഇതിലായിട്ട് സംസാരിച്ചിട്ടില്ലോ എന്ന് പറയാണ്. ഇത് കേട്ടത് പൂർണ്ണം പറഞ്ഞു, അല്ല അതിപ്പോ അങ്ങനെ സംസാരിക്കേണ്ട കാര്യമുണ്ടോ? കാരണം ഇവൾക്കുള്ളതല്ലേ ഇവൾക്കല്ലേ അച്ഛനുള്ളല്ല. അതല്ലേ ചേച്ചി, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണത്തിനും മറ്റുമായിട്ട് കുറെ കാര്യങ്ങള് സ്ത്രീധനം എന്ന് പറഞ്ഞ് എല്ലാത്തടത്തും പറയാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്നാലും സാധാരണഗതിയിൽ കൊടുക്കുന്നതല്ല. ഒരു പക്ഷേ മാധവേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ മാധവേട്ടൻ അതിന്റെ നിലയ്ക്കും വിലയ്ക്കും ഒത്തും നടത്തുണ്ടായിരുന്നുള്ളൂ എന്ന് പറയണേ. ഇത് കേട്ടപ്പോ പൂർണ്ണം പറഞ്ഞു, അല്ല നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടപ്പോ പത്മ പറഞ്ഞു, അല്ല അച്ഛന് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് ചോദിക്കുവാണ്. നിങ്ങൾ അച്ഛനെ എന്ത് കൊടുക്കുമെന്ന് പറ. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് പൂർണ്ണം പറഞ്ഞു, അല്ല അതൊക്കെ ഞങ്ങൾ സേതുവിനോടും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് പറയാന്ന് പറയാ. അതിനിപ്പോ എന്താ സേതുവിനോട് ആലോചിക്കുന്ന കാര്യമുണ്ടോ? സേതുവിനോട് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. അവന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ കൊടുക്കാനായിട്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നോക്കി നടത്തി പൂർണ്ണിമേച്ച് അല്ലെന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പല്ലേ പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ സ്ത്രീധനമായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ സ്ത്രീധനം കൊടുക്കുന്ന വാങ്ങുന്നൊക്കെ ശിക്ഷാർക്കോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് പത്മയെ നോക്കി. പ്രതാപം പറഞ്ഞു, അതൊക്കെ അങ്ങനെ പറച്ചില്ലേ ഉള്ളൂ. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഒരു പെൺകുട്ടിനെ ഇറക്കി വിട്ട് കഴിയുമ്പോഴത്തേനും കാതയിലും കഴുത്തേലും കയ്യിലും നിറച്ച ആഭരണങ്ങളായിരിക്കും. ആഭരണത്തിൽ പൊതിഞ്ഞായിരിക്കും ഇറക്കി വിടുന്നത്. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഈ പറയുന്ന ആളുടെ വിവാഹം നടത്തിയത് അങ്ങനെ തന്നെയല്ലേ? നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ വിവാഹം നടത്തിയത് അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ സ്ത്രീധനം പറഞ്ഞാണോ കൊടുത്തതെന്ന് ചോദിക്കാം. ഇത് കേട്ടോ പല്ലവി ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് അച്ചു പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദേ എന്റെ വിവാഹത്തിന് സ്ത്രീധനം ആവശ്യമെങ്കിൽ എനിക്ക് ഈ വിവാഹം വേണമെന്ന് എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ല. കാരണം എനിക്ക് സ്വത്തിനോടും പണത്തിനോടും ആർത്തിയില്ല. അതുപോലെയുള്ള ആളായിരിക്കണം എന്നെ വിവാഹം കഴിക്കാൻ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സ്വർണം പണമൊക്കെ കൊടുത്തിട്ട് എനിക്കൊരു വിവാഹം വേണ്ടെന്ന് പറയണം. ഇത് കേട്ടും പൂർണ്ണമായി മോളെ അച്ചു നീ മിണ്ടായിരിക്കും, ഞങ്ങൾ സംസാരിക്കാന്ന് പറയണം. ഇത് കേട്ടൻ നിഖില് പറഞ്ഞു, അല്ല എനിക്ക് അങ്ങനെ വേണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേങ്കിൽ അച്ഛനും അമ്മയോടും ഒക്കെ എന്താ പറയുക, കാരണം അവരൊക്കെ ഇതൊക്കെ നോക്കുന്ന ആൾക്കാരാന്ന് പറയണം. പ്രധാനം പറഞ്ഞു, അത് ശരിയാ. നിഖിലിന് വേണ്ടെങ്കിലും നിഖിലിന്റെ വീട്ടുകാർക്ക് അവർക്ക് തോന്നുമല്ലേ ഒന്നും ഇല്ലാത്തടത്തുനിന്ന് കൂട്ടിക്കൊണ്ട് വന്നേ. പൊന്നുമ്പടന്ന് വല്ല തറവാട് മഹിമ പറഞ്ഞിട്ട് കാര്യമില്ലോ. അതിൻ്റെതായ രീതിക്ക് വേണ്ട കല്യാണങ്ങൾ നടത്താനെന്ന് പറയണം. ഇത് കേട്ടൻ പൂർണ്ണം പറഞ്ഞു, ഒന്നിനും ഒരു കുറവൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇവൾക്ക് എന്താന്ന് വെച്ചാൽ കൊടുക്കേണ്ട അത് കൃത്യമായിട്ട് കൊടുത്തിരിക്കും എന്ന് പറയാണ്. പിന്നീട്
പ്രതാപൻ പറഞ്ഞു പൂർണ്ണിമേച്ച് വാക്ക് പറഞ്ഞ വാക്കെന്നുള്ള കാര്യം അറിയാന്ന് പറയാണ്. ഇനിയിപ്പം ഞങ്ങള് കൂടുതലായിട്ടൊന്നും ചിന്തിക്കുന്നില്ല, അത് എന്താന്ന് വെച്ചാൽ അതിന്റെ രീതിക്ക് അങ്ങ് നടത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോവാണ്. അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പത്തേനും ഋതു അങ്ങോട്ട് വരുന്നേ. ഋതു വന്നു കഴിഞ്ഞപ്പത്തേനും പൂർണ്ണിമ ഈ കാര്യങ്ങളൊക്കെ പറയണേ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും ഋതു പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഒരു 25 ലക്ഷം രൂപയാണ് കൊടുക്കുക. 25 ലക്ഷം രൂപ കൊടുത്താൽ അത് പോരെ അമ്മ എന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും പള്ളി പറഞ്ഞ് 25 ലക്ഷം രൂപയോ? അത്രയും പൈസ കൊടുക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്കില്ലായിരിക്കാം, പക്ഷെ ഞങ്ങളുടെ അച്ഛൻ്റെ വിവാഹമാണ്, അച്ഛന് നല്ല രീതിയിൽ തന്നെ ഇറക്കി വിടണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ടെന്ന് പറയണം. ഒന്നുകിൽ 25 ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങിക്കാം, അതുപോലെ ഇപ്പൊ തൽക്കാലത്തേക്ക്, പിന്നെ ഉള്ളതെല്ലാം അവൾക്ക് വേണ്ട ഉണ്ടല്ലോ, അവളുടെ വീതം അവൾക്കുണ്ടല്ലോ എന്ന് പറയണേ. ഇത് കേട്ടതും പൂർണ്ണം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടപ്പിലാക്കിയേക്കെന്ന് പറയണം. അപ്പോഴേക്കും സേതു അങ്ങോട്ട് വന്നു. സേതുവിനോട് ഈ കാര്യം പറയാണ്. സേതു പറഞ്ഞു അല്ല, ഇത്രയും സ്വർണ്ണമൊക്കെ ഇപ്പോഴേ അവൾക്ക് കൊടുത്തു വരേണ്ട കാര്യമുണ്ട്, എന്താണെങ്കിലും എല്ലാം അവൾക്കുള്ളതാ, ഇനിയിപ്പം ഈ സമയത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കൊടുക്കേണ്ട കാര്യമുണ്ട് പൂർണ്ണിമേ, എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല എന്ന് പറയാണ്. ഇത് ഏട്ടൻ പൂർണ്ണം പറഞ്ഞു ദേ അച്ഛന് ഇതിന്റെ പേരിൽ അവിടെ ചെല്ലുമ്പോൾ ഒരു കുത്തുവാക്കുകളൊക്കെ ഒന്ന് കേൾക്കാൻ ഇടവരില്ല, അവളെ നല്ല രീതിയിൽ വേണം ഇറക്കി വിടാനായിട്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, സ്വർണ്ണമൊക്കെ എടുക്കാം, സ്വർണ്ണം എടുത്ത് എന്താന്ന് വെച്ചാൽ അത് ചെയ്യാം, അത്യാവശ്യമുള്ള സ്വർണ്ണം ഇടിച്ച് ഇപ്പം വിടാന്നൊക്കെ പറയണം. അങ്ങനെ ആ ഒരു തീരുമാനത്തിൽ എത്തുവാണ്. പിന്നീട് ഋതു വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ചെക്ക് എഴുതാം, ചെക്ക് എഴുതിയിട്ട് സ്വർണം ഞങ്ങൾ നാളെ പോയി സെലക്ട് ചെയ്തോളാം എന്നൊക്കെ പറയാണ്. അങ്ങനെ എന്ത് ചെയ്യണം, ഋതു പോയി ചെക്ക് ബുക്കൊക്കെ എടുത്തോണ്ട് വരിക. പിന്നീട് സേതുവിനോട് പറഞ്ഞ് സൈൻ ചെയ്യാൻ പറയണം. സേതു സൈൻ ചെയ്യാതിരിക്കുന്ന സമയത്ത് പൂർണ്ണം പറഞ്ഞു മോനെ സേതു നീ സൈൻ ചെയ്യുക, കൊടുക്കാനുള്ള നമ്മൾ എപ്പോഴാണെങ്കിലും കൊടുക്കണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ചെക്ക് എഴുതിയിട്ട് ഋതുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഋതു ഭയങ്കര സന്തോഷത്തോടെ ചെക്കുമായിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം സേതു പറഞ്ഞു ഇതൊന്നും വേണ്ടിയിരുന്നില്ല എനിക്ക് തോന്നേ, അവൾക്കാണെങ്കിൽ ഇതിനോട്ട് താല്പര്യമില്ല താനും, ഇങ്ങനെ സ്വർണ്ണമൊക്കെ ഇട്ട് മൂടി വിടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ്. അതൊക്കെ എനിക്കറിയാം, പക്ഷേ എങ്കിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മാധവേട്ടനായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനും ഗംഭീരമായിട്ട് കല്യാണം നടത്തിയാന്. മാധവേട്ടൻ്റെ മനസ്സിൽ പല പല ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു പറയണം. പല്ലവി പറഞ്ഞു ഇനിയിപ്പം നമ്മളായിട്ട് ഇനിയിപ്പം ഒന്നും കുറയ്ക്കണ്ടെന്നൊക്കെ പറയാണ്. ഇനി അച്ഛൻ്റെ ആദ്യത്തെ കല്യാണം, അച്ഛൻ്റെ കല്യാണമല്ലേ, അത് ഈ കുടുംബത്തിലെ ആദ്യത്തെ കല്യാണം കൂടെ അല്ലേ എന്ന് പറയണം. അത് ശരിയാന്ന് പറയാണ്. ഈ സമയം ഋതു എന്ത് ചെയ്യാണ്, ഇത് നേരെ സ്വാധീനം വിളിച്ചോണം കൂടെ പോവാണ്. അപ്പൊ സ്വാധി എന്താ ചേച്ചി എന്താ കാര്യം, ഇങ്ങ് നോക്ക്, ഇതെന്താ 25 ലക്ഷം രൂപയുടെ ചെക്ക്, അല്ല ഇതിപ്പോ എന്തിനാ ചേച്ചിക്ക്? അതെ ഇത് തന്ത്രത്തിലൂടെ ഞാൻ വശത്താക്കിയിരിക്കുന്ന ചെക്ക, എന്തിനാണെന്നറിയാമോ, ഇത് വെച്ച് നമ്മുടെ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ പുതിയ പരസ്യം അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പറയണേ. പുതിയ പരസ്യമോ? അപ്പൊ ഇത് കല്യാണ ആവശ്യത്തിനാന്ന് പറഞ്ഞിട്ട് കല്യാണ ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ ഞാൻ സൈൻ ചെയ്ത് മേടിച്ചേ, പക്ഷെ ഇത് കല്യാണ ആവശ്യത്തിനല്ല എടുക്കാൻ പോണേന്ന് പറയാം. അയ്യോ അപ്പൊ എന്ത് ചെയ്യും? ചേച്ചിക്ക് സ്വർണ്ണമൊക്കെ എടുക്കണ്ട, അച്ഛൻ ചേച്ചിക്ക് സ്വർണ്ണം എടുക്കണ്ടേന്ന് വെക്കും. സ്വർണ്ണം ആരെടുക്കുന്നു, ഇത് വെച്ച് ഞാൻ പരസ്യം ഷൂട്ട് ചെയ്യുന്ന പറയാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവും? ചേച്ചിയുടെ കല്യാണം മുടങ്ങില്ലേന്ന് ചോദിക്കാം. കല്യാണം മുടങ്ങണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ഞാൻ ഇങ്ങനെ തീരുമാനം എടുത്തേന്ന് ചോദിക്കുക. കല്യാണം മുടക്കാനോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാം. കല്യാണം മുടങ്ങണം, സ്വർണ്ണമൊന്നും എന്താളും കൊടുക്കാൻ പോകുന്നില്ല, ഈ പൈസ ഞാൻ എടുക്കാൻ പോവാ. കല്യാണം മുടങ്ങിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളും നടക്കുള്ളൂ. ഈ കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ സേതുമാധവന് ഇനി വിൽപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരവകാശം കാണത്തില്ല. കാരണം സേതുമാധവൻ എല്ലാവരുടെയും കല്യാണം നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അനീത്തിമാരുടെയൊക്കെ. അപ്പൊ കല്യാണം എന്തെങ്കിലും മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ സേതുമാധവന് പിന്നെ ഈ വിൽപത്രം സ്വത്തിൽ യാതൊരു അവകാശം ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? അങ്ങനെയാണെങ്കിൽ അയാളുടെ അവകാശം ഇല്ലാതാക്കാൻ പറ്റിയ സമയമാണെന്ന് പറയാണ്. ഇത് കേട്ട സ്വാതി പറഞ്ഞു ആഹാ അത് കൊള്ളാലോ, നല്ല ഐഡിയ ആണല്ലോ എന്ന് പറയാണ്. ചേച്ചിനെ സമ്മതിച്ചു തന്നിരിക്കുന്നു പറയാണ്. പിന്നെ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചോണ്ടിരിക്കണേ? കുറച്ച് കാലമായി സേതു കിടന്ന് കളിക്കുന്നു, വെള്ളിയാട്ടം ചമയുന്നു. അവന്റെ ഇതോട് കൂടിയിട്ട് അവനിട്ടൊരു പണി കൊടുക്കാൻ പറ്റിയ സമയമാണ്. ഇതോടുകൂടി അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് പറയാം. ഞാൻ ചേച്ചിനെ സമ്മതിച്ചു തന്നിരിക്കുന്നൊക്കെ പറയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇതങ്ങ് ചെയ്താൽ മതി, ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. അല്ല അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം ഇന്ദ്രനാകെ പണിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ആ പല്ലവിനെ ഒന്ന് കൂട്ടിക്കൊണ്ട് വന്നേ മതിയുള്ളൂ. അപ്പോഴേക്കാണ് അംബികാമ്മ അങ്ങോട്ട് വരുന്നത്. അംബികാമ്മ വന്നിട്ട് എന്താടാ മോനെ ഭയങ്കര ആലോചനയിലാണല്ലോ എന്ന് പറയാ. അല്ല അത് പിന്നെ എനിക്കറിയാം, നിന്റെ ഭാര്യയെക്കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുമായിരിക്കില്ലേ. ഒരു കാര്യം ചെയ്യ, നീ എന്നെ അവിടേക്കൊന്ന് കൊണ്ടാൻ പറയണേ. എന്തിന്? നീ കൊണ്ടോ, ബാക്കിയൊക്കെ എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാന്ന് പറയണ. അല്ല അത് പിന്നെ അംബികാമ്മ നീ കൂടുതലൊന്നും പറയണ്ട, എന്നെ ഒന്ന് കൊണ്ടുപോയാൽ മാത്രം മതി. നിനക്ക് പറ്റുമെങ്കിൽ ചെയ്യ, നിനക്ക് നിന്റെ ഭാര്യനെ കിട്ടണ്ടേ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കാൻ പറയണം. അങ്ങനെ പുതിയ തന്ത്രങ്ങളൊക്കെ എന്തെന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.